കളിച്ചു ചിരിച്ച് പരീക്ഷ എഴുതാൻ പോയ മകളുടെ ചേതനയറ്റ ശരീരം കണ്ട് പിതാവിന്റെ മനസ്സ് മരവിച്ചു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, എന്തിനെന്റെ പൊന്നുമകളെ കൊന്നു സാറന്മാരെ? ആർക്കും ഉത്തരമില്ല. കോപ്പിയടിച്ചെന്നാരോപിച്ച് അധ്യാപകൻ ശകാരിച്ച് പരീക്ഷ ഹാളിൽ നിന്ന് പുറത്തിറക്കിയതിനെ തുടർന്ന് ഫാത്തിമ മാതാ നാഷണൽ കോളേജിലെ 1ാം വർഷ ഇംഗ്ലീഷ് ബിരുദ വിദ്യാർത്ഥിനി രാഖി കൃഷ്ണ ട്രെയിനിന് മുന്നിൽ ജീവനൊടുക്കിയ സംഭവത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. അധ്യാപകരിൽ നിന്നുള്ള കടുത്ത മാനസിക പീഡനമാണ് രാഖിയെ മരണത്തിലേക്ക് തള്ളിവിട്ടതെന്നാണ് പരീക്ഷ ഹാളിൽ ഉണ്ടായിരുന്ന സഹപാഠികളുടെ മൊഴി. എന്നാൽ ആ നിലയിൽ അന്വേഷണം തുടങ്ങിയിട്ടേയില്ല. 1ാം സെമസ്റ്റർ പരീക്ഷയ്ക്കിടെ ചുരിദാർ ടോപ്പിൽ പകർത്തിയിരുന്ന കുറിപ്പ് നോക്കി എഴുതിയെന്നാരോപിച്ചാണ് ക്ലാസ്സിൽ പരീക്ഷാ ചുമതലയിൽ ഉണ്ടായിരുന്ന അധ്യാപിക ശ്രുതി രാഖിയെ ബുധനാഴ്ച 11:30 പിടികൂടിയത്. ഇവർ കോളേജിലെ പരീക്ഷാ സ്ക്വാഡിന് വിവരം അറിയിച്ചു. താൻ കോപ്പി അടിച്ചില്ല എന്നും അത് പരീക്ഷയുടെ സബ്ജക്റ്റിൽ ഉൾപ്പെടുന്ന കുറിപ്പല്ല എന്നും രാഖി അധ്യാപികയോട് കരഞ്ഞു പറഞ്ഞെങ്കിലും ചെവിക്കൊള്ളാൻ അവർ തയ്യാറായില്ലെന്ന് മറ്റു വിദ്യാർത്ഥികൾ പറയുന്നു. പരീക്ഷാ ഹാളിൽ വെച്ച് തന്നെ രാഖി കൃഷ്ണയെ കളിയാക്കുകയും ഫോട്ടോ എടുക്കുകയും ചെയ്തു. പരീക്ഷാ സ്ക്വാഡിലുള്ള ലില്ലി, സജിമോൾ എന്നിവർ എത്തി ചുരിദാറിലെ എഴുത്തുകളുടെ ഫോട്ടോ എടുത്ത ശേഷം രാഖിയെ പരീക്ഷാ ഹാളിൽ നിന്ന് പുറത്താക്കുകയായിരുന്നു. തുടർന്ന് സ്റ്റാഫ് റൂമിൽ കൊണ്ടുപോയി ഇരുത്തിയ ശേഷം വീട്ടിൽ വിളിച്ച് രക്ഷിതാക്കൾ ആരെയെങ്കിലും കോളേജിലെത്താൻ നിർദ്ദേശിച്ചു. കോളേജത്തോടുള്ള ജോലി സ്ഥലത്ത് നിന്ന് പിതാവ് രാധാകൃഷ്ണൻ കോളേജിലേക്ക് പുറപ്പെടുകയും ചെയ്തു. ഇതിനിടെ സ്റ്റാഫ് റൂമിൽ നിന്ന് പുറത്തുപോയ രാഖിയെ കാണാതായെന്നാണ് കോളേജ് അധികൃതർ പോലീസിനെ അറിയിച്ചത്. SN കോളേജിന് സമീപത്തെ റെയിൽവേ ട്രാക്കിൽ ഉച്ചയ്ക്ക് 12:30 മൃതദേഹം കണ്ടെത്തി. രാഖി കൃഷ്ണ സ്റ്റാഫ് റൂമിൽ നിന്ന് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ എങ്ങനെ പുറത്തുപോയെന്നതിൽ ദുരൂഹത നിലനിൽക്കുകയാണ്. കോളേജിന്റെ പ്രധാന ഗേറ്റിലൂടെ വിദ്യാർത്ഥികളെ അകത്തേക്കും പുറത്തേക്കും വാച്ച്മാൻ കടത്തിവിടുന്നത് തിരിച്ചറിയൽ കാർഡ് പരിശോധിച്ചാണ്. വിദ്യാർത്ഥി ഗേറ്റ് വഴി പുറത്തേക്ക് പോയത് ശ്രദ്ധയിൽപ്പെട്ടില്ല എന്ന് വാച്ച്മാൻ പറയുന്നതിൽ ദുരൂഹതയുണ്ടെന്ന് സഹപാഠികൾ പറയുന്നു. രാഖിയുടെ ചുരിദാർ ടോപ്പിൽ എഴുതിയിരുന്നത് എന്താണെന്ന് പരിശോധിക്കണമെന്ന് കൊല്ലം ഈസ്റ്റ് CI മഞ്ജുലാൽ പറഞ്ഞു. എഴുത്ത് ഇംഗ്ലീഷിലാണ്. ബുധനാഴ്ച നടന്ന പരീക്ഷയുമായി ബന്ധപ്പെട്ടതാണോ എന്ന് അധ്യാപകരോട് ചോദിച്ച് ഉറപ്പുവരുത്തും. എന്നാൽ ചുരിദാർ ടോപ്പിൽ എഴുതിയിരുന്നത് അന്നത്തെ പരീക്ഷയുമായി ബന്ധപ്പെട്ടതല്ലായിരുന്നു എന്നാണ് പരീക്ഷാ ഹാളിലുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ പറയുന്നത്. അസ്വാഭാവിക മരണത്തിനാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. കൂടുതൽ അന്വേഷണം നടത്തും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.